എല്ലാ വർഷവും പ്രളയമാണ്. മഴ പെയ്താൽ കെടുതിയില്ലാത്ത ഒരു വർഷവും കേരളത്തിനില്ല എന്നുള്ള കണക്കിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നും വാർത്തയിൽ വരുമ്പോൾ 5 പേർ മരിച്ച വാർത്ത ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊരു ചോദ്യമുണ്ട്. ദുരിതത്തിൻ്റെ പെയ്ത്താണ് മഴ പെയ്യുമ്പോഴെല്ലാം ഉള്ളത്. ആദ്യം പറഞ്ഞിരുന്നത് പരിഹാസത്തോടു കൂടിയാണെങ്കിലും മാൻഡ്രേക്കിൻ്റെ 10 കൊല്ലമായിരുന്നു മഴയും ദുരിതവും ഒക്കെ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞു. വി ഡി സതീശൻ വന്നിരുന്നു. ഒന്നാം വർഷം തന്നെ പ്രളയത്തിന് സമാനമായ അവസ്ഥയിൽ കേരളം പോകുന്നു. സർക്കാർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം തുടക്കത്തിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കേരളത്തിന് ഇതിനൊരു പരിഹാരമില്ലേ? ഈ ദുരന്തമായി എല്ലാ കൊല്ലവും വന്നുകൊണ്ടിരിക്കുമോ? എല്ലാ കൊല്ലം വന്നുകൊണ്ടിരിക്കും. ഈ രീതിയിലാണെങ്കിൽ നമ്മൾ മാറ്റം ഒന്നും നമ്മൾ ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ദുരന്തം ഇതിലും ഭീകരമായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഈ എൽനിനോയുടെ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇനി അടുത്ത് വരാൻ പോകുന്നത് വരൾച്ചയാണ് വരാൻ പോകുന്നത്. വരൾച്ചയും ഈ പറഞ്ഞ പോലെ അതിതീക്ഷ്ണമായ രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഈ എൽനിനോ പ്രതിഭാസം കൊണ്ടല്ല നമുക്കിപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരങ്ങളുടെ നാട് അല്ലേ? മറ്റേ പച്ചപ്പിൻ്റെ നാട്. ഇത് എന്താണ് വളരെ ഒരു സ്റ്റെപ്പോടെ പിന്നിലേക്ക് ആലോചിച്ച് നോക്കിയാൽ എന്താ? വെള്ളമാണ് അല്ലേ? വെള്ളത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ പച്ചയായിട്ടും മറ്റുമായിട്ടൊക്കെ നമ്മൾ കാണുകയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ മരുന്ന് സസ്യങ്ങളും എല്ലാം വെള്ളം കൊണ്ട് ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന ധാതു ലവണങ്ങളുടെ ഉണർച്ചയാണ് നമ്മൾ ഈ കാണുന്ന കേരളം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സമ്പത്താണ് സത്യം പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇതിനെ തിരിച്ചറിയാതെ നമ്മളുള്ളതിൻ്റെ വില, ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യൻ്റെ ആണെങ്കിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നം നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മൾ അറിയാതെ പോകുന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുക. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വ്യക്തികളാണെങ്കിലും പൊതുവായിട്ടാണെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ക്ഷോഭിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ക്ഷോഭം കലർന്ന രീതിയിൽ സംസാരിച്ച ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ പശ്ചിമഘട്ടം പ്രദേശങ്ങൾ മുഴുവൻ ഈ റബ്ബർ വെച്ച് പിടിപ്പിക്കുന്നു, ഈ നാട് മുഴുവൻ ഇത് വെച്ച് നശിപ്പിച്ച് കളയുമല്ലോ എന്ന് അദ്ദേഹം പരിതപിച്ചിരുന്നു. സംഭവ സത്യമാണ്. ഏതാണ്ട് ഒരു 19 കൊല്ലം ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അത് കുടിയേറിയവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കി. ഇപ്പം എന്താ അവസ്ഥ? വെസ്റ്റേൺ ഘട്ട് മുഴുവൻ നശിച്ചുപോയി. ഈ റബ്ബർ കുടിയേറിയ സ്ഥലത്തെല്ലാം അത്യപൂർവങ്ങളായിരുന്ന സസ്യങ്ങളായിരുന്നു. ഈ സസ്യങ്ങളൊന്നും എല്ലായിടത്തും കിടിക്കത്തില്ല. നമ്മളിവിടെ നിന്ന് പാലക്കാട് ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഊഷര ഭൂമിയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വില നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ റബ്ബറിൻ്റെ കർഷകർക്ക് താങ്ങുവില എന്നും പറഞ്ഞിട്ട് അവരെ രക്ഷിക്കാണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതിഞ്ഞ് വന്ന് നമ്മുടെ വയലുകളിലേക്കും വന്നു. അപ്പം നമ്മളുടെ ഇവിടുത്തെ ഈ കേരളത്തിനെ പിന്നെ ഭരിക്കുന്നവരാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വെള്ളം മലിനമാകരുത്, വെള്ളം ഒഴുകണം. ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനം മാത്രമേ കേരളത്തിൽ നടത്താൻ പാടുള്ളൂ. നമ്മളെന്താ ചെയ്തേക്കുന്നത്? നമ്മളിപ്പം കൊച്ചിയിൽ ഇൻഫോ പാർക്കിലേക്ക് പോവുക. നമ്മൾ അവിടെ കാണുന്നൊരു ദുബായിയാണ് കാണുന്നത്. മനസ്സിലായോ? ഈ എൻ്റെ ഇൻഫോ പാർക്കിലെ IT ബിൽഡിങ്ങുകൾക്കുള്ളിൽ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈ പച്ച പ്ലാസ്റ്റിക് ചെടികളും കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് പച്ച കാണാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ഇൻഫോ പാർക്ക് ഇരിക്കുന്നത്. ഒരു ഭാഗത്ത് കാടാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എൻജിനീയറിംഗ് നോക്കുക, ആർക്കിടെക്ചർ നോക്കുക. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിൻ്റെയും വയലുകളുടെയും സ്ഥലമായിരുന്നു. അത് മുഴുവൻ നികത്തി. നല്ല താമരപ്പൂവും ആമ്പൽപ്പൂക്കളും വിളഞ്ഞുന്ന സ്ഥലങ്ങളായിരുന്നു. അതിലേക്കൂടെ ഇപ്പം നടക്കാൻ പറ്റത്തില്ല. ആ പ്രദേശത്തിൻ്റെ, കാക്കാട് പ്രദേശത്തിൻ്റെ എല്ലാ രോഗാണുക്കളുടെയും ഒരു റിസർവോയറായിട്ട് ആ പ്രദേശം മാറി. ആ ചുറ്റുമുള്ള വെള്ളം ചിത്രപ്പുഴ എന്നതിനോട് ചേർന്നുള്ള പുഴയാണ്. അത് വിഷമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ജലപരിപാലനം നമുക്കില്ല, വാട്ടർ മാനേജ്മെൻ്റ് ഇല്ല. പണ്ട് പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആലുവ സുഖവാസ കേന്ദ്രം എന്നായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് സാർ. ഇന്നിപ്പോൾ ആലുവ പുഴയുടെ വക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ രോഗം പിടിച്ചു വീഴും. ഇടയ്ക്കിടയ്ക്ക് മീനുകൾ ചത്തുപോകും. അപ്പോൾ ഈ ഒരു വികസന പദ്ധതി, അതുപോലെ തന്നെ നമ്മുടെ ഈ ആലുവ പുഴയിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണുന്നൊരു പരിതാപകരമായ അവസ്ഥയുണ്ട്. അവിടുത്തെ ആശുപത്രി എന്നുള്ള ഓവുചാലുകളെല്ലാം, അഴുക്കുചാലുകളെല്ലാം ഡ്രെയിനേജ് കൊണ്ട് എല്ലാം തുറന്നു വിട്ടിരിക്കുന്നത് പുഴയിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ വാട്ടറിനെ നമ്മൾ മിസ്യൂസ് ചെയ്തു. വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലമില്ലാണ്ട് വന്നു. വെള്ളം മലിനമാക്കി.
വെള്ളം മലിനമായി കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ചില മനുഷ്യന് അസുഖങ്ങളുണ്ടാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ കിഡ്നി ഇത്രയും ഓരോ നമ്മളിപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ പോകുന്ന സമയത്ത് പിന്നെ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നുണ്ട് കേരളം ഇന്ത്യയിൽ ഒന്നാമതായി. ഒന്നും കൂടി എന്തിനാണെന്നറിയോ? ഓരോ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിച്ചതിൻ്റെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ വേണ്ട ആവശ്യം വന്നിരിക്കുക. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു പ്രദേശത്തിന് ജലം മലിനമാകുമ്പോഴത്തേക്ക് ആ പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തികളുടെ ആ രോഗങ്ങളുണ്ടാവും, കിഡ്നി പോകും. അപ്പോൾ ഇത്തരത്തിലൊരു സമഗ്ര വീക്ഷണമില്ലാതെ നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. നമ്മളിവിടുത്തെ പ്രകൃതിയെ നോക്കുന്നില്ല, വെള്ളം ഒഴുകുന്നത് നോക്കുന്നില്ല, ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതൊരു പ്ലാനിങ് ഇല്ല, ടൗൺ പ്ലാനിങ് ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തോന്നുന്നിടത്ത് നമ്മൾ ഈ നമ്മുടെ ചതുപ്പുകൾ മുഴുവൻ നിറച്ചു കഴിഞ്ഞു. ഈ 1980 മുതലാണ് 80കളുടെ തുടക്കം മുതലാണ് കേരളത്തിൽ ഈ പരിസ്ഥിതി ബോധം അല്ലെങ്കിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഒരു തന്ത്രമായിരുന്നു. കാരണം അമേരിക്കൻ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ നേട്ടം വെച്ചിട്ട് ലോകം മുഴുവൻ അവരുടെ വിപണിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ആണെങ്കിലും വിത്തിൻ്റെ ആണെങ്കിലും പെസ്റ്റിസൈഡ്സിൻ്റെ ആണെങ്കിലും വളത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ ഒരു വിപണിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് വെച്ചൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഭവത്തിനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ മതി. മനസ്സിലായല്ലേ? ഇപ്പം ഒരു പ്രകൃതിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതി രക്ഷിക്കാൻ ഇറങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെ ഈ 80കളുടെ തുടക്കത്തിൽ ഈ മരം വെട്ടുന്നതാണ് പ്രകൃതി സംരക്ഷണം എന്നുള്ള സംഭവം. ശരിയാണ്, മരം വെട്ടലും ഈ പ്രകൃതി നാശം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അതിലേക്ക് മാത്രം കൊണ്ട് ചുരുക്കി 80കൾ മുതൽ 2005-2008 വരെയുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ പരിസ്ഥിതി നാശം ഉണ്ടായ കാലഘട്ടം. ശരിയാണ്, മരം വെട്ട് കുറഞ്ഞു. ഏറ്റവും വലിയ പരിസ്ഥിതി നാശം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതും ഈ റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് മരങ്ങളാണെങ്കിൽ നമുക്ക് വെച്ചുപിടിപ്പിക്കുകയും ചെയ്യാം, അല്ലേ? ഭാവിയിൽ എന്തെങ്കിലും അത് വനമാകുമെന്നും പറയാം. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ വയലുകൾ മുഴുവൻ നികത്തപ്പെട്ടു ഈ പീരീഡിലാണ്. ഈ പരിസ്ഥിതി പ്രസ്ഥാനം ഇവിടെ പരിസ്ഥിതി പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഓരോ NGOകളും കാണുന്നവരൊക്കെ NGOകളായിരുന്നു. മനസ്സിലായില്ലേ? അവർ ഈ പറഞ്ഞ പോലെ വികസനത്തെ തടസ്സം നിൽക്കുക എന്നുള്ള അവസാനം എന്തായി? പരിസ്ഥിതിവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനത്തിനെതിരെ നിൽക്കുന്നുള്ള പേരും ഏറ്റുവാങ്ങി, അല്ലേ? അപ്പം ഈ രീതിയിൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ നടത്തി. 2018 പ്രളയം വന്നു, ശരിക്ക് കാണിച്ചു തന്നു എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഒരു പാഠം പോലും പഠിച്ചില്ല, ഇല്ലേ? ഒറ്റ പാഠം പഠിച്ചിട്ടില്ല സാധനം. ഇവിടെ ഇന്നിപ്പം നമ്മുടെ ഭക്ഷണം എടുത്ത് നോക്കുക, നിറയെ വിഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു സാംസ്കാരിക ഔന്നത്യമാണ്. സ്വന്തം കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന മനുഷ്യർ, അല്ലേ? നമുക്കൊരു പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ വിഷമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിവിടുന്ന പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അവർക്ക് കഴിക്കാനുള്ള പച്ചക്കറി വേറെ കൃഷിയാണ്. അത് മുഴുവൻ വിഷമാണ് കയറ്റിവിടുന്നത്. നമുക്കതിന് ചെക്കിംഗ് സിസ്റ്റം ഇല്ല. നമ്മളിവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, അതായത് കേരളത്തിൻ്റെ അത്രയും പ്രദേശം മാത്രമേ നെതർലാൻഡ്സിനുള്ളൂ. ലോകത്തിലെ 2ാമത്തെ പച്ചക്കറി കയറ്റി അയക്കുന്ന രാജ്യമാണ്. അവരുടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന വിദേശ നാണ്യം കൊടുക്കുന്ന ഇതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും കേരളത്തിൻ്റെ അവസ്ഥ. നെതർലാൻഡ്സിൽ വളരെ ഈ പറഞ്ഞ പോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ വെള്ളത്തിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ പരിഗണിക്കാതെയുള്ള സകല പ്രക്രിയകളുമാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആരാ? നിങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ചെന്ന് നോക്കുക, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായിരിക്കും. മനസ്സിലായില്ലേ? ഇത് എവർ തിരിച്ചറിയണം. കാരണം നമ്മളിവിടുത്തെ ഈ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഡിബേറ്റ് നടത്തുമ്പോഴത്തേക്ക് എന്താണ് നമ്മളിവിടുത്തെ ബുദ്ധിജീവികളൊക്കെ, ഇപ്പം പിണറായി വിജയൻ സർക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിജീവികളെ വിളിച്ച് അമർത്യാസനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് പബ്ലിസിറ്റി കൊടുക്കും. അമർത്യാസനുമായിട്ട് ചർച്ച, കേരളത്തിലെ കാര്യം. കുട്ടനാടിൻ്റെ അവസ്ഥ അറിയാം നമുക്ക്. കുട്ടനാട് നശിച്ചു. കുട്ടനാട് ആ സ്പിൽവേ കൊണ്ടുവന്നു. അതിൻ്റെ അവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക, കായലിൽ നിന്ന് വളരെ മനോഹരമായിട്ട് മനുഷ്യൻ കുത്തി ഉണ്ടാക്കി തിട്ട കെട്ടി ഉണ്ടാക്കിയ പ്രദേശമാണ് കുട്ടനാട് മുരിക്കൻ്റെ കാലഘട്ടത്തിൽ, അല്ലേ? അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ, ഇല്ലേ? എന്നിട്ട് ആ കുട്ടനാട് നശിപ്പിച്ച് നാനാവിധമാക്കി. അവിടെ കൃഷിയും പോയി. ഇപ്പം എന്താണ് പ്രശ്നം? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെയെങ്കിലും പമ്പയിൽ ഇത്തിരി വെള്ളം കയറിയാൽ മതി, കുട്ടനാട് മുങ്ങും, അല്ലേ?
അതെ. അപ്പോൾ ഇപ്പം തന്നെ അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഇന്നിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം നീങ്ങുന്നില്ല. തിരുവല്ലയാണെങ്കിലും അപ്പർ കുട്ടനാടിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം നീങ്ങുന്നില്ല. അതിന് കെട്ടിയടച്ചു. ഏഹ് കെട്ടിയടച്ചു. കെട്ടി അടച്ചു എന്നുള്ളൊരു ഘടകം. അത് ഒഴുകാൻ സ്ഥലമില്ല. ഒഴുകാൻ സ്ഥലമില്ല. ഈ വയലുകളെല്ലാം പണ്ട് നമ്മുടെ റിസർവോയർ ആയിരുന്നു. അതെ. വെള്ളം ഈ സംഭരിച്ചു ഈ നിർത്തുക. ഈ ചതുപ്പുകളും മുഴുവൻ ഫ്ലാറ്റുകൾ കൊണ്ട് നിറച്ചു അല്ലേ? അതെ. അതേപോലെ ചതുപ്പുകളും ഈ വയലുകളും മുഴുവൻ നികത്തി റബ്ബർ വെച്ചിട്ടുണ്ട്, തെങ്ങ് വെച്ചു, പല സാധനങ്ങൾ വെച്ചു. 2008 ശേഷമാണ് കുറച്ച് നിയന്ത്രണം വന്നത്. അത് വെറുതെ കിടക്കുന്നു. അപ്പോൾ ഈ ചതുപ്പുകൾ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ വെള്ളം ഈ റീചാർജ് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാണ്ടാവുക, ഒഴുകി എല്ലാം അങ്ങ് പോവുകയാണ്. അതാണ് ഈ വേനലിൽ പാവപ്പെട്ട മനുഷ്യർ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അതെ. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന പല കക്ഷികൾക്കും ഈ വേനൽക്കാലത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നടക്കുന്നവരാണ് മനസ്സിലാക്കേണ്ടത്. അവരെ സംബന്ധിച്ച് വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. മറ്റേ ഇതെല്ലാം വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന സംഗതിയാണ്. പരിസ്ഥിതി ഗവേഷകരും പരിസ്ഥിതി സംരക്ഷകരും ഒക്കെയാണ് പറയാനുള്ള ആൾക്കാരെന്ന് ഈ പാവങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന പാവങ്ങൾ തിരിച്ചറിയണം എങ്ങനെയായിരിക്കണം വികസനം വേണമെന്നുള്ള ഒറ്റ കാര്യം നോക്കിയാൽ മതി. വെള്ളം ഒഴുകാൻ അവസരം ഉണ്ടാവണം, വെള്ളം മലിനമാകരുത്. കാര്യം ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഇവരാണ് ഈ പാവങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ടി വരുന്ന ഈ ഈ സാധു മനുഷ്യരാണ് ഇതിൻ്റെ ദുരന്തം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അനുഭവിക്കുക. ഈ വെള്ളം മുഴുവൻ ഈ പറഞ്ഞ് ഇറങ്ങുന്നത് നേരെ ഇപ്പം കടലിൽ വേലിയേറ്റം നിൽക്കുകയാണ്. ഇപ്പോൾ പൗർണമി കഴിഞ്ഞപ്പോഴത്തേക്ക് വേലിയേറ്റത്തിലാണ്. ആ വേലിയേറ്റം കൊണ്ടാണ് വെള്ളം ഇറങ്ങാൻ മടിച്ച് നിൽക്കുന്നത്. ഈ കുട്ടനാട്ടൊക്കെയുള്ള അവസ്ഥ ഇതാണ്. കാര്യം 150 സെൻറ്റിമീറ്ററോ എങ്ങാണ്ട് ഉയരത്തിലാണ് ഈ ടൈഡൽ വേവ്സ് നിൽക്കുന്നത്. 60 സെൻറ്റിമീറ്ററിൽ നമ്മളുടെ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്ര ഉയരത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം ഇറങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ മനസ്സിലാക്കണം, വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമർത്യ സെൻ ചർച്ച ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ ഏത് വികസനം വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ വെള്ളവും മലിനമാകരുത്, വെള്ളം ഒഴുകുകയും വേണം. വെള്ളത്തിന് കേടുവരരുത്. അപ്പോൾ ഇവർ കാരണം അതിനെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതമാണ്. കാര്യം ഒരു ടാങ്കറിലേറി എല്ലാ ദിവസവും ഈ സാധു മനുഷ്യർക്ക് അടിച്ചെടുത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നോക്കണം, ഈ ഇപ്പോഴും നമ്മുടെ കോളനികൾക്ക് യാതൊരു ക്ഷാമമില്ലാത്ത സ്ഥലമാണ് കേരളം, ഈ പുരോഗമന കേരളം. സ്ഥിരം കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കുട്ടനാട്ടിലെ കായലിൽ കൂടെ ഇങ്ങനെ വള്ളം പോവും. ആ വള്ളത്തിൽ 4-5 വലിയ ടാങ്കുകൾ വെച്ചിട്ട് അതിൽ കുടിവെള്ളം കൊണ്ടുപോകുന്നത്. പഴയ ചൊല്ലുണ്ടല്ലോ, വെള്ളമാണ് ചുറ്റും പക്ഷെ കുടിക്കാൻ തുള്ളി പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. ഇതിപ്പം അതുമല്ലെന്നേ, ഇതിപ്പം നമുക്ക് കുടിക്കാൻ തുള്ളി ഇല്ലാത്ത പ്രശ്നമില്ല, നമുക്ക് തുള്ളി ഉള്ളതിൽ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്ര മലിനമായി പോയി. അപ്പോൾ നമുക്ക് വെള്ളം മലിനമാകാതിരിക്കുന്നതിനുള്ള പോളിസി വേണം, വെള്ളം ഒഴുകാനുള്ള പോളിസി വേണം. ഇത് രണ്ടും നിശ്ചയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഏത് വികസനമാകാം. ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒന്നാലോചിച്ച് നോക്കുക, ഈ ഇൻഫോ പാർക്ക് പോയി വെച്ചിരിക്കുക. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉടനെ മാധ്യമങ്ങൾ, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം കയറി എന്നും പറയുന്നുണ്ട്. എങ്ങനെ കയറാതിരിക്കും അല്ലേ? അപ്പോൾ നികത്തുന്നതിന് ഇപ്പം നികത്തൽ പഴയതുപോലെ ഇല്ല, എങ്കിലും ഇപ്പോഴും ഉണ്ട് നികത്തൽ. പിന്നെ മലകളെല്ലാം ഇടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ അതിസൂക്ഷ്മ ഘടകത്തെ പരിഗണിക്കാതെ, വെള്ളത്തെ പരിഗണിക്കാതെ നമ്മൾ ഏത് വികസനം നടത്തി കഴിഞ്ഞാലും ഈ ദുരന്തം ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന ദുരന്തം ഇതുപോലെ ആയിരിക്കത്തില്ല. അടുത്ത വർഷം ഉണ്ടാകുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ ഈ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും വെള്ളത്തിൻ്റെ ശുദ്ധി അത് മലിനമാവുകയും ചെയ്യുന്ന വികസനമാണെങ്കിൽ അവരുടെ ജീവിതം കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് ഇതിനെ ഇനി നേരിടുക എന്നുള്ളതാണ്. മറ്റേത് എല്ലാവരും വികസനം 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 എന്ന് പറഞ്ഞാലോ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കി അവർ മുൻപോട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോളനികളിൽ താമസിക്കുന്നവരും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ടാങ്കുകളില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴും നമ്മൾ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രബുദ്ധമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ കാറിൽ പോകുന്നവരൊന്നുമല്ല. കോളനികൾ, ആയിരക്കണക്കിന് കോളനികളുള്ള സ്ഥലമാണ് കേരളം. ഈ വേനൽക്കാലത്തൊക്കെ ചെന്ന് നോക്കണം, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ. എന്നാൽ ചുറ്റും വെള്ളവുമുണ്ട്. കൊച്ചിയിലെ ചിത്രപ്പുഴയിൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ട് കരയ്ക്ക് താമസിക്കുന്നവർ അവരുടെ തുണി പോലും ആ വെള്ളത്തിലിട്ട് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇത് മനസ്സിലാക്കി ഭരണകൂടവും അതേപോലെ ജനങ്ങളും ബോധവാന്മാരായേ പറ്റത്തുള്ളൂ. വിശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നവർ. അതല്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾ ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊരു സമീപനം എടുക്കുകയും ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ
ഒരു പ്രയോറിറ്റി ആയിട്ട് ഇത് മാറ്റുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളം വൻ ദുരന്തത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നതും കേരളത്തിനെ പ്രളയത്തിന് മുക്കിക്കൊല്ലാനും ഈ വേനൽക്കാലത്ത് ദാഹിച്ച് വലഞ്ഞ് മരിക്കാനും അല്ലാതെ സഹായിക്കില്ല എന്നുള്ളതാണ്. ഉറപ്പല്ലേ? ഒന്നും വേണ്ട. ഈ ഗവൺമെൻറ് അധികാരത്തിലേറ്റ ഉടനെ ആറന്മുള വിമാനത്താവളത്തിന് ഒരു ഡ്രോൺ പറപ്പിച്ചിട്ടൊരു വിദേശ വ്യവസായി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ആറന്മുള മുഴുവൻ എയർപോർട്ടാക്കാൻ പോവുകയാണെന്ന് ആലോചിച്ച് നോക്കും. അവിടുത്തെ നല്ലൊരു ശതമാനം നികത്തിക്കഴിഞ്ഞു ആറന്മുള എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണത് ആറന്മുള. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പറച്ചിൽ കേൾക്കുന്ന സമയത്ത് കേട്ടിരിക്കുന്ന ഒരു പുളകം കൊള്ളുകയാണ്. നേതാക്കന്മാരും പുളകം കൊള്ളുകയാണ് ചെയ്യുന്നത്. വികസനം എന്ന് പറഞ്ഞിട്ട്. ഇത് അശ്ലീലമാണ്, ഒരു സംശയമില്ല കാര്യം. ഈ അശ്ലീലത്തെ തിരിച്ചറിയാതെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ അശ്ലീലം തന്നെ നമ്മളെ ഇല്ലാണ്ടാക്കും എന്നുള്ള സംശയമില്ല. ഇതിപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ ബാധിച്ചിട്ടുള്ളൂ. 2018 ഓർമ്മിപ്പിച്ചത് അതല്ല. ഇത് ആരെയും വേണമെങ്കിലും ബാധിക്കാം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് മലയാളിക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, വൻ നാളുകളിൽ വൻ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കാനല്ല കേട്ടോ, അനുഭവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവേണ്ടി വരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.